ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ 9ാം ക്ലാസ് എത്തി ഇനി 10ാം ക്ലാസ്സിലേക്കാണ് വരാൻ പോകുന്നത്. 10ാം ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാവണമെങ്കിൽ 9ാം ക്ലാസ്സിലെ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ട് നിങ്ങൾ മാറേണ്ടതുണ്ട്. സോ അതിനുവേണ്ടി മാക്സിമം ഞങ്ങളെ കൊണ്ടാവുന്ന അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരും. അതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. A+ നിർണ്ണയിക്കുന്ന പല കുട്ടികൾക്കും അറിയാത്ത കിടിലൻ 5 ചോദ്യങ്ങളാണ്. സോ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു ഇമോജി ആയിട്ടാണെങ്കിലും നിങ്ങൾ ആ കമന്റ് ബോക്സ് നിറയ്ക്കണം പ്രിയപ്പെട്ട മക്കളെ. സോ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടുക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഇറാഷണൽ നമ്പേഴ്സ് അഥവാ ഇറാഷണൽ നമ്പേഴ്സ് അല്ല, ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അഭിന്ന ഗുണനം എന്ന് പറയുന്ന 5ാം ക്ലാസ് ചേർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. ഈ രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആകെ ചേഞ്ച് ഉണ്ടാവുക √2 + 1 പകരം ചിലപ്പോൾ √3 + √2 ഇൻറ്റു √3 - √2 = 1 എന്ന് തെളിയിക്കുക എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്പർ മാത്രം ചിലപ്പം ചേഞ്ച് ചെയ്യും പ്രിയപ്പെട്ട മക്കളെ. ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. സോ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. x + y ഇൻറ്റു x - y ഫോർമാറ്റിലാണ് ഈ കാണുന്ന ഇക്വേഷൻ ഉള്ളത്. ആണല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് x + y ഇൻറ്റു x - y എന്ന് പറഞ്ഞാൽ എന്താ, x² - y² ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, x + y ഇൻറ്റു x - y എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോ x² - y² √2² - 1². √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 - 1 = 1. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ഈ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ ഈ കാണുന്ന ആദ്യത്തെ ചോദ്യത്തിന് ഫുൾ മാർക്കാണ് പ്രിയപ്പെട്ട മക്കളെ. ഇത് ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചു നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ കാണുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? നിങ്ങൾ പറഞ്ഞോ, √3² - √2². √3² - √2². √3ന്റെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. √2ന്റെ സ്ക്വയർ എത്രയാണ്? 2 ആണ്. സോ 3 - 2 = 1. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ വന്നാലോ, √3 + 1 ഇൻറ്റു √3 - 1 എത്ര നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. √3 + 1 ഇൻറ്റു √3 - 1 എത്ര നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ കമന്റിന്റെ കൂടെ ക്ലാസ്സിനെ പറ്റി അഭിപ്രായം കൂടി പറയണം കേട്ടോ. ഇത് ഉപയോഗിച്ചുകൊണ്ട് 1/√2 - 1 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യനാണ്. ഏത് ഉപയോഗിച്ചുകൊണ്ട്? √2 + 1 ഇൻറ്റു √2 - 1 = 1 ആണ് നമുക്കറിയാം. ഇത് ഉപയോഗിച്ചുകൊണ്ട് 1/√2 - 1 കണ്ടുപിടിക്കാൻ. അപ്പൊ മക്കളെ, ഈ കാണുന്ന ഇൻറ്റു ടേമിനെ =ന്റെ അങ്ങോട്ട് കൊണ്ടാൽ അതെന്തായി? ഡിവൈഡഡ് ബൈ ആയി അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? √2 + 1 എന്ന് പറയുന്നതും 1/√2 - 1 എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. എന്താണ്? √2 + 1 എന്ന് പറയുന്നതും 1/√2 - 1 എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. സോ ഈ കാണുന്ന ഉത്തരം കാണുന്നതിന് പകരം നിങ്ങൾക്ക് ഇത് കണ്ടാലും മതി. √2ന്റെ വില നിങ്ങൾക്കറിയാം 1.41 ആണ്. +1 ദാറ്റ് ഈസ് 2.41 ഈസ് ദ റൈറ്റ് ആൻസർ. അത്ര ചെയ്യാൻ ഫുൾ മാർക്കാണ്. ഇത്ര ഉള്ളൂ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ. വളരെ സിമ്പിൾ ആണ്. ഈ സെയിം ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് 1/√2 + 1 എങ്ങനെ കണ്ടുപിടിക്കാം? 1/√2 + 1 ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ്. √2 + 1 ഇൻറ്റു √2 - 1 = 1 ആണെന്ന് നമുക്കറിയാം. സോ 1/√2 + 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ മുഴുവൻ ടേമിനെ = അങ്ങോട്ട് ഉണ്ടായ എന്തായി? ഡിവൈഡഡ് ബൈ. ഇൻറ്റുനെ = അങ്ങോട്ട് ഇട്ടപ്പോൾ ഡിവിഷൻ ആണ് വരുന്നത്. സോ √2 - 1 എന്ന് പറയുന്നത് ഈ പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. സോ √2 എന്ന് പറഞ്ഞാൽ 1.41 - 1 ദാറ്റ് ഈസ് 0.41 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത്ര 5 മാർക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള A+ ചോദ്യമാണ് ഇത്. പല കുട്ടികൾക്കും അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ അത് പഠിക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പ്രിയപ്പെട്ട മക്കളെ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഒരു ട്രയാങ്കിളിന്റെ, എഴുതി വെച്ചോളൂ മക്കളെ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ നിങ്ങൾക്ക് തരും. ഞാൻ ഇവിടെ റാൻഡം ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ എടുക്കാം. ഞാൻ ഇവിടെ എടുക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഈ സെയിം ഐഡിയ വെച്ച് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം. ഒരു സൈഡ് 15 സെന്റിമീറ്റർ ആണ്, ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ്, ഒരു സൈഡ് 13 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് നിങ്ങളോട് കാണാൻ പറഞ്ഞ എന്താ? ഈ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാൻ പറഞ്ഞു. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ തന്നുകൊണ്ട് അതിന്റെ ഏരിയ കാണാൻ അറിയാത്ത ആളുകൾ എഴുതി വെച്ചോളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ഏരിയ = ഹെറോൺസ് ഫോർമുല √S ഇൻറ്റു S - A ഇൻറ്റു S - B ഇൻറ്റു S - C പഠിച്ചു വെച്ചോളൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെറോൺസ് ഫോർമുല. ഈ കാണുന്ന S എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്ററിന്റെ പകുതിയാണ്. S എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്ററിന്റെ ഹാഫ് ആണ്, പകുതിയാണ്, പെരിമീറ്ററിന്റെ പകുതി. അപ്പൊ നമുക്ക് ആദ്യം പെരിമീറ്റർ കണ്ടുപിടിക്കാം. 15 + 13 + 4 28 4 32 കിട്ടും.
അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ എത്രയ്ക്കും 32ന്റെ പകുതി 16. ഇവിടെ വരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 32ന്റെ പകുതി എത്രയാണ്? 16 ആണ്. ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ വളരെ സിമ്പിൾ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. എ ബി സി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി സി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സൈഡാണ് എ ബി സി. ഏത് എടുത്താലും കുഴപ്പമില്ല. സോ ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 16, എസ് മൈനസ് എന്ന് പറഞ്ഞാൽ 16 മൈനസ് 15, 16 മൈനസ് 15, 16 മൈനസ് 13, 16 മൈനസ് 4, 16 മൈനസ് 13, 16 മൈനസ് 4. സോ ഇത്രയും കിട്ടി കഴിഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. മക്കളെ ശ്രദ്ധിച്ചോളൂ. റൂട്ട് ഓഫ് 16 ഇൻറ്റു 16 5 കുറച്ച് 15 കുറച്ചാൽ 1 ഇൻറ്റു 3 ഇൻറ്റു 12 ഇങ്ങനെ കിട്ടും. മക്കളെ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ റൂട്ടിന്റെ ഉള്ളിൽ ഒരേപോലെയുള്ള നമ്പർ ആക്കാൻ മാക്സിമം ശ്രമിക്കാം. ഈ 16 എനിക്ക് എന്ത് ചെയ്താ? 4 ഇൻറ്റു 4 എന്ന് ചെയ്താ. 1 ഞാൻ ഇനി എഴുതണം എന്നില്ല, കാരണം 1 ചെയ്താൽ 1 തന്നെയാണ്. 3 ഇൻറ്റു 3 എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. 12 എനിക്ക് 4 ഇൻറ്റു 3 എന്ന് എഴുതാം. 4 ഇൻറ്റു 3. ഈ 4നെയും എനിക്ക് എന്താക്കാം? വേണമെങ്കിൽ 2 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 4 ഇൻറ്റു 3 പകരം 2 ഇൻറ്റു 2 ഇൻറ്റു 3 എഴുതി. അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാലും മതി കേട്ടോ. ഈ സ്റ്റെപ്പ് തന്നെ എഴുതണം എന്നില്ല, അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാലും മതി. ഇനി എല്ലാവരും സൂക്ഷിച്ച് നോക്കിയേ. റൂട്ടിന്റെ ഉള്ളിൽ ഒരേപോലുള്ള 2 നമ്പർ ഉണ്ട്. റൂട്ട് ഓഫ് 4 ഇൻറ്റു 4 റൂട്ട് 16 എന്നാൽ എന്താടാ? ശരിക്കും 4 ആണ്. അപ്പൊ ഒരു 4 നമുക്ക് പുറത്തെടുക്കാം. റൂട്ടിന്റെ ഉള്ളിൽ ഒരേപോലുള്ള 2 നമ്പർ ഉണ്ട്. ഒരു നമ്പർ നമുക്ക് പുറത്തെടുക്കാം. റൂട്ടിന്റെ ഉള്ളിൽ ഒരേപോലുള്ള 2 നമ്പർ ഉണ്ട്. ഒരു നമ്പർ നമുക്ക് പുറത്തെടുക്കാം. സോ ഇതിന്റെ ആൻസർ 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 2 24 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ കാണുന്ന ട്രയാങ്കിളിന്റെ പരപ്പളവ്. ഇനി ഏതെങ്കിലും കേസിൽ ഒരേപോലെ ഇതിപ്പോ സിംഗിൾ ആണെന്ന് വിചാരിച്ചോ, ഒരു 3 കൂടി ഉണ്ട് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 24 കൂടെ ഒരു റൂട്ട് 3 ഇട്ടാൽ മതി. സിംഗിൾ ആണെങ്കിൽ റൂട്ട് ഇട്ട് കൊടുക്കാം, അല്ലാതെ എല്ലാ കേസിലും പുറത്തെടുത്താൽ മതി. സോ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതും ഒരു A+ ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികൾക്കും അറിയാത്തൊരു അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്റെ പേര് അറിയാത്ത ആളുകൾക്ക്, എന്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാറില്ല. മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ് കേട്ടോ. സൈലത്തിലെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ്. 10ാം ക്ലാസ്സിലേക്ക് എല്ലാവരും അഡ്മിഷൻ എടുക്കുക. അസ്ത്ര ബാച്ച് നമുക്ക് കുറച്ചുകൂടി ഉഷാറായിട്ട് കാണേണ്ടതുണ്ട്. സോ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ ചെയ്യാം കേട്ടോ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഇതില്ലാത്ത ചോദ്യപേപ്പർ ഞാൻ കണ്ടിട്ടില്ല. കാരണം റിയൽ നമ്പേഴ്സ് അഥവാ രേഖീയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും വരാറുണ്ട്. അപ്പൊ ഈ 3 മോഡൽ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു മോഡൽ വന്ന ഏത് നമ്പറും തന്നോട്ടെ. മോഡ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു നമ്പർ തന്നെന്ന് വിചാരിച്ചോ. ഒരു പണിയില്ല മക്കളെ. ആദ്യം തന്നെ ഈ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽസ് അങ്ങ് ഒഴിവാക്കാം. മോഡൽസ് ഒഴിവാക്കാൻ നമുക്ക് 2 ഉത്തരം ഉണ്ടാവും. +3 ഉണ്ടാവും, -3 ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ആൻസർ. ഇത്രേ ഉള്ളൂ, ഫുൾ മാർക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, അതായത് മോഡ് എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ എക്സിന്റെ വില എത്ര? എക്സ് നമ്മൾ 3 കൊടുത്താലും -3 കൊടുത്താലും ഫൈനൽ ആൻസർ എത്രയാണ്? 3 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 3 ആൻഡ് -3. സിമ്പിൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മോഡ് ഓഫ് x - 1 ഈക്വൽ ടു 3 ആണ് എങ്കിൽ, മോഡ് ഓഫ് x - 1 ഈക്വൽ ടു 3 ആണ് എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? 2 ഉത്തരങ്ങളായിട്ട് എഴുതണം. മോഡ് x - 1 ഇതിനെ ഈക്വൽ ടു വെച്ചിട്ട് എഴുതുക. x - 1 ഈക്വൽ ടു +3 ഉം x - 1 ഈസ് ഈക്വൽ ടു -3 ഉം. x - 1 ഈസ് ഈക്വൽ ടു +3 ഉം x - 1 ഈസ് ഈക്വൽ ടു -3. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഏത് ചോദ്യം ആണെങ്കിലും, ഇവിടെ ഇപ്പോൾ +1 ആണെങ്കിലും ഇവിടെ ഇപ്പോൾ 6 ആണെങ്കിലും ഏത് നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്യുന്ന അതേ ഐഡിയ ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? ഈ കാണുന്ന ഉത്തരം x is equal to 1 + 3 4, x is equal to -3 + 1 that is equal to -2. അപ്പൊ 2 ഉത്തരാണുള്ളത്. എക്സിന്റെ വാല്യൂ 4 ആൻഡ് -2. എക്സിന്റെ വാല്യൂ എത്രയാണ്? 4 ആൻഡ് -2 ആണ്. 4 ആൻഡ് -2. അപ്പൊ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. x ഈക്വൽ ടു 4 ആൻഡ് -2. ഇത്രയും ഫുൾ മാർക്കാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെയിം ക്വസ്റ്റ്യൻ ഈക്വൽ ടു പകരം <3 എന്ത്? ഈക്വൽ ടു പകരം <3. ഇങ്ങനെ വന്നാലും ഒരു പണിയില്ല. നിങ്ങൾ ഇപ്പൊ ചെയ്ത അതേ പരിപാടി. x - 1 ഈക്വൽ ടു 3 എന്ന് എഴുതുക. x - 1 ഈക്വൽ ടു -3 എന്ന് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് x is equal to 3 + 1 4 എന്ന് കിട്ടും. ഇപ്പൊ ചെയ്ത അതേ ഉത്തരം തന്നെ കിട്ടും, ഒരു മാറ്റമില്ല. അപ്പൊ ഈ കാണുന്ന ചോദ്യത്തിലെ ഉത്തരം എന്താന്ന് വെച്ചാൽ, ഏറ്റവും ചെറിയ നമ്പർ ആദ്യം എഴുതിയിട്ട് x വലിയ നമ്പർ എഴുതിയാൽ മതി. ഇതാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ഈക്വൽ ടു ആണ് വന്നെങ്കിൽ 2 ഉത്തരേ ഉണ്ടാവുള്ളൂ. എക്സിന് 4 കൊടുത്താലും 4 - 1, -2 കൊടുത്താലും -2 - 1 3 ആണ് ഉത്തരം കിട്ടുക. അപ്പൊ ലെസ് എന്ന് പറഞ്ഞാൽ ഈ നമ്പറിന്റെയും ഇടയിലുള്ള ഏത് നമ്പറും നമുക്ക് കൊടുത്താൽ എന്തേ കിട്ടുള്ളൂ?
ലെസ് ദാൻ 3. അപ്പൊ ഈ മോഡലാണ് ചോദ്യം വന്നതെങ്കിൽ നിങ്ങൾ ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ്. ഈക്വൽ ആണ് വന്നെങ്കിൽ ഈ 2 ഉത്തരം മാത്രം എഴുതിയാൽ മതി. സോ ഒറ്റ ക്വസ്റ്റ്യൻ വഴി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് മക്കളെ. ആ ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഈ രീതിയിൽ ചോദ്യം വന്നാൽ ഒന്നും നോക്കേണ്ട മക്കളെ, ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ശരിക്കും എന്താണെന്നറിയോ? ഈക്വൽ ടു മോഡ് എക്സ് മൈനസ്. ഇതിന്റെ കറക്റ്റ് കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ ലൈവ് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന നമ്പറിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കാം. ഈ കാണുന്ന നമ്പറിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കാം. രണ്ടും കൂടി ആഡ് ചെയ്യുക, പകുതി എടുക്കുക. ഇതായിരിക്കും എൻ്റെ ഉത്തരം. ഒരേ ഒരു ഉത്തരം ഉണ്ടാവുള്ളൂ. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇപ്പൊ മോഡ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 3 ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത്? -2ന്റെ നേരെ ഓപ്പോസിറ്റ് +2, +3ന്റെ നേരെ ഓപ്പോസിറ്റ് -3. അത് രണ്ടും കൂടി ആഡ് ചെയ്യാം, പകുതി എടുക്കാം. സോ 2 - 3/2 -1/2. ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. മോഡ് എക്സ് മൈനസ് 10 ഈസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 6 എങ്കിൽ എക്സ് എത്ര നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകളുമായിട്ടൊക്കെ വീണ്ടും കാണേണ്ടതുണ്ട്. അപ്പൊ എന്റെ പേര് ഒന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ഷാഹിദ് റംസാൻ ആണ്, മാത്സ് ഫാക്കൽറ്റി ആണ്. നമുക്ക് ഇന്നത്തെ മാരത്തോൺ അടിപൊളിയാക്കണം. ഇന്നല്ല നാളെയൊക്കെ തന്നെയുള്ള മാരത്തോൺ അടിപൊളിയാക്കണം. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പ്രൂഫ് അടിക്കുക തന്നെ ചെയ്യും. വിഷ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ബൈ.